السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഭാര്യയ്ക്ക് പ്രസവവേദന വന്നാൽ മുശ്രിക്കുകൾ ജനങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കും. ആൺകുട്ടിയാണെങ്കിൽ ശോഭിക്കുന്ന മുഖവുമായി പ്രത്യക്ഷപ്പെടും. പെൺകുട്ടികളാണെങ്കിൽ ദുഃഖവും അപമാനവും കാരണമായി ദിവസങ്ങളോളം ജനങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യും. എന്നിട്ട് അപമാനത്തോടെ ഈ പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കണമോ അതോ മണ്ണിൽ കുഴിച്ചു മൂടിക്കളയണമോ എന്ന ചിന്തയുമായി അവർ ദിവസങ്ങളോളം ജനങ്ങളിൽ നിന്ന് ഒളിഞ്ഞിരിക്കും. നാം മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, ഇദൽ മൗഊദത്തു സുഇലത്ത് ബിഅയ്യി ദംബിൻ ഖുതിലത്ത്. ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടുന്ന ദിവസം, പൊന്നുമോളെ, നിന്നെ എന്തിനാണ് നിന്റെ പിതാവ് കൊന്നുകളഞ്ഞത്? അള്ളാഹു ആ മനുഷ്യനോടല്ല ചോദിക്കുന്നത്, ആ കുട്ടിയോടാണ് ചോദിക്കുന്നത്. ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ എന്ത് കുറ്റത്തിനാണ് എന്നെ എൻ്റെ ഉപ്പ കൊഴിച്ചു മൂടിയത്. പ്രഗത്ഭനായ ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ ജാഹിലിയ കാലത്ത് നടന്ന അനുഭവം പറയുന്നു. ഭാര്യ പ്രസവിച്ചു, പെൺകുട്ടിയാണ്. ഭാര്യ ആ കുട്ടിയെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ഉപ്പാൻ്റെ കൂടെ അയക്കുക. ഉപ്പ കുറച്ച് ദൂരെ പോയിട്ട് ഒരു കുഴി കുഴിച്ചിട്ട് ആ കുട്ടിയെ ആ കുഴിയിൽ വെക്കുക. ആ സമയത്ത് ആ കുട്ടി ഉപ്പാനെ നോക്കിയിട്ട് ചിരിക്കുകയും കൈകാലിട്ടടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ യാതൊരു ധൈര്യവുമില്ലാതെ ആ കുട്ടിയെ ആ മനുഷ്യൻ കുഴിച്ചു മൂടി. പിന്നീട് അള്ളാഹു അദ്ദേഹത്തെ ഹിദായത്തിലാക്കിയതിന് ശേഷം ആ സംഭവത്തെ ഓർത്ത് വിലപിക്കുകയുണ്ടായിട്ടുണ്ട്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.